തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് തൃശൂർ ഡിസിസിയിലെത്തി സുജിത്തിനെ കാണും. പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്നാണ് ആവശ്യം. ഈ മാസം 10-ന് പ്രതികളായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താനാണ് ഡിസിസികളുടെ തീരുമാനം. 2.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം മർദ്ദനത്തിന്റെ CCTV ദൃശ്യം സുജിത്തിന് ലഭിച്ചത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, 2.5 വർഷത്തിന് ശേഷം ഈ ദൃശ്യങ്ങളോടെ സുജിത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ അതിന് ആധികാരികത ഏറെയാണ്. കാരണം അത്ര വലിയ പോരാട്ടമാണ് സുജിത്ത് ഈ വിഷയത്തിൽ നടത്തിയത്. നമ്മുടെ പോലീസ് ആകട്ടെ ഇങ്ങനെയൊരു റിപ്പോർട്ട്, മർദ്ദനം നടന്നു എന്ന റിപ്പോർട്ടും ഈ ദൃശ്യങ്ങളും ഇരിക്കുമ്പോൾ പോലും ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. കോൺഗ്രസ് എങ്ങനെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ശ്രീജ, സുജിത്തിനെതിരെ ഉണ്ടായ അതിക്രൂര മർദ്ദനത്തിന് ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് സംസ്ഥാന വ്യാപകമായി ആ വിഷയത്തിൽ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല, ഇത് ഇത്രയും ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പ് ഇതിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. ഈ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. തൃശ്ശൂരിലെത്തുന്ന KPCC പ്രസിഡന്റ് ഈ സുജിത്തിനെ സന്ദർശിക്കുന്നുണ്ട്. സണ്ണി ജോസഫ് സുജിത്തിനെ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷയത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് തൃശൂർ SP-ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചു എന്ന് തന്നെയാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുജിത്തിനെ മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തായിട്ടുണ്ട്. അതിൽ മർദ്ദനം സ്ഥിരീകരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ സേതു KC നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. പോലീസുകാർ കേസിൽ വെച്ച് അതിക്രൂരമായ നിലയിൽ സുജിത്തിനെ മർദ്ദിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് വഴിയിൽ നിർത്തിയും മർദ്ദിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. എന്തായാലും ഈ എല്ലാ സ്റ്റേഷനുകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ചും ഈ മർദ്ദിച്ച കേസിലെ പ്രതികളായിട്ടുള്ള പോലീസുകാർ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കോൺഗ്രസിന്റെ തീരുമാനം അങ്ങനെയാണ്. 4 പോലീസുകാരാണ് ഇത് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ദൃശ്യങ്ങൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സുജിത്ത് നടത്തിയ 2.5 വർഷം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് നിലവിൽ ഇതിനെതിരെ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ 4 പേരും ഇങ്ങനെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ശേഷവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഇവർ മർദ്ദിച്ചു എന്ന റിപ്പോർട്ടും ഈ ദൃശ്യങ്ങളും കിട്ടിയ ശേഷവും സർവീസിൽ തന്നെ തുടരുകയും നടപടി എന്ന പേരിൽ ഇവരെ താൽക്കാലികമായി സ്ഥലം മാറ്റുകയും മാത്രമാണ് ചെയ്തത്. അതിനുശേഷം കോടതി നേരിട്ട് ഈ തെളിവുകളുമായി നേരിട്ട് കോടതിയെ സമീപിച്ച ശേഷമാണ് ഇവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വകുപ്പുതല അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ അന്ന് കോടതിയിൽ എത്തുക പോലും ചെയ്തില്ല. അതിനെതിരെയും അന്ന് ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനമുണ്ടായിരുന്നു. സംഭവ ദിവസം പോലീസ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ സുഹൈറിനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പോലീസ് ജോലി വിട്ട സുഹൈർ ഇപ്പോൾ മറ്റൊരു വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഇങ്ങനൊരു ക്രൂരമർദ്ദനം നടന്നു. അതിൻ്റെ തെളിവുകൾ ഉള്ളപ്പോഴും അതിനെ അട്ടിമറിക്കുന്ന നിലപാട്, പൂർണ്ണമായും അട്ടിമറിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം.